ഹായ്. അപ്പോഴേ എൻ്റെ കുഞ്ഞുങ്ങളെ കുറച്ച് ദിവസമായിട്ട് ഏറെ നാളായി എനിക്കിപ്പോൾ കറക്റ്റായിട്ടൊന്നും അങ്ങനെ ഒരു ടൈമിംഗ് സെറ്റ് ചെയ്ത് എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കഴിയുന്നില്ല. എടുത്തു വെച്ചാൽ തന്നെയും എനിക്കത് ചെയ്യാൻ കഴിയുന്നില്ല. സമയക്കുറവ് ഒരു ഘടകമാണ്, മറ്റു പല കാരണങ്ങളുമുണ്ട്. ഇപ്പോൾ ഞാൻ പൊതുവേ പറഞ്ഞു ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോവുകയും വരികയൊക്കെ ചെയ്യുന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സമയക്രമീകരണങ്ങൾ മാറുന്നുണ്ട്. പിന്നെ നമ്മൾ വിചാരിക്കുന്നിടത്ത് നമ്മൾ മനസ്സെത്തുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. നമ്മൾ ചെയ്യണം എന്ന് ഉദ്ദേശിച്ചപ്പോൾ ഇപ്പം ഞാൻ ഇതെടുത്ത് വെച്ച് ഇപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യാം എന്ന് പറഞ്ഞ് വരുമ്പോൾ അന്നേരത്തേക്ക് വേറെ എന്തെങ്കിലും എമർജൻസി ആയിട്ട് വരും. അപ്പോൾ അതവിടെ ഞാനവിടെ മാറ്റി വെച്ചിട്ട് പോകുമ്പോൾ എനിക്കത് നടക്കത്തില്ല. ഒരു അബദ്ധ പറച്ചിലല്ല കേട്ടോ. എന്നിരുന്നാലും എന്താണ് നമ്മുടെ വീഡിയോയ്ക്ക് ടൈമിംഗ് പോയതെന്നുള്ളത് അറിയിക്കണമല്ലോ എന്നൊരു മര്യാദ ഉണ്ടല്ലോ. നമ്മൾ ഏതൊരു ജോലി ചെയ്യുന്നതിനും അതിൻ്റേതായിട്ടുള്ള റീസൺ നമ്മൾ പറയണമല്ലോ. ഈ കുടുംബത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ പ്രചോദനമാണല്ലോ എൻ്റെ ഇന്നത്തെ ഞാനാക്കി മാറ്റിയത് തന്നെ. ഞാൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. അപ്പോൾ ഇത്രയും ഇങ്ങനെയൊക്കെ സംസാരിക്കാനും എന്നെ ബോൾഡാക്കിയതും ഈ ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട യൂട്യൂബെ ഒരുപാട് കുടുംബാംഗങ്ങളെയും ഒരുപാട് സുഹൃത്തുക്കളെയും ഒക്കെ സമ്മാനിച്ചു തന്നു. പല കാര്യങ്ങളും എനിക്ക് ഓപ്പണായിട്ട് തുറന്നു പറയാനുള്ള ഒരു ധൈര്യം തന്നു. എന്നെ ഞാനാക്കിയെടുത്തു. നല്ല ഒരു ഉറച്ച മനസ്സിനൊരു ഉടമയാക്കിയെടുത്തു. എന്ത് പറഞ്ഞാലും എന്ത് വന്നാലും നമ്മളതിനെയൊക്കെ മറികടന്ന് പോവും എന്നുള്ള ഒരു ബോൾഡ്നെസ് എനിക്കുണ്ടാക്കി തന്ന എൻ്റെ യൂട്യൂബിനെ വിട്ടിട്ട് ഞാൻ എവിടെയും ഇല്ല. പല തരത്തിലുള്ള ആളുകളും ഇതിനകത്ത് വന്നിരിക്കുന്നു. സാരമില്ല, അതൊക്കെ അതിൻ്റെ വഴിയേ പോവും ഇല്ലേ, അത്രയേ ഉള്ളൂ. എന്നാലും ഞാൻ നിങ്ങളെയും കൂടെ യൂട്യൂബിൻ്റെ ഭാരവാഹികളെയും കൂടെ അറിയിക്കുകയാണ് കേട്ടോ. എൻ്റെ സമയത്തിൻ്റെ ഒരു അപാകത കാരണമാണ് ഇങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ പോയി വരുന്നതിൻ്റെ ഇതുകൊണ്ടാണ് വീഡിയോ കറക്റ്റ് ടൈമിങ്ങിന് ഇടാൻ കഴിയാത്തത്. ഞാൻ കിട്ടുന്ന ഏതെങ്കിലും ഒരു ബ്രേക്ക് ടൈമിനായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് മാത്രമാണ് കേട്ടോ. എന്നാലും ഞാൻ എൻ്റെ കൃത്യനിഷ്ഠ പാലിക്കാൻ എന്നാൽ കഴിയും വിധം സഹകരിക്കാം. യൂട്യൂബും എന്നോടൊന്ന് സഹകരിക്കണം. മനസ്സിലായില്ലേ? ഇത് വിട്ടിട്ട് പോകത്തൊന്നുമില്ല. ഞാൻ ഇതും കൊണ്ട് തന്നെ പോകുള്ളൂ. അതിൻ്റെ അവസാന ശ്വാസം വരെയും ഈ യൂട്യൂബിൽ കൂടെ തന്നെ ആയിരിക്കും ഞാൻ. മനസ്സിലായില്ലേ? ഒരു ദിവസം പോലും ഒരു വീഡിയോ ചെയ്യാതിരിക്കാൻ കഴിയില്ല. അതാണ് അവസ്ഥ. ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാൻ ഓരോന്നൊന്ന് തിരഞ്ഞുപിടിച്ച് എടുക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് കാണാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാൻ വീഡിയോ പറയും. ഓക്കെ, ഇന്ന് ശുഭദിനം.